ഇടയ്ക്ക്. എവിടെ? ജിയോജിത്തിലായിരുന്നു. ഇപ്പോ ഞാൻ വേറെ കമ്പനി നോക്കിക്കൊണ്ടിരിക്കുന്നു. അതെ. എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്? ജിയോജിത്ത്. അതെവിടെ? അതിവിടെ എറണാകുളം. ഇവിടെ ഐ ടി ഇൻഫോ പാർക്കിലാണോ? അല്ല, ഇൻഫോ പാർക്കിലല്ല, ഞാൻ ഹെഡ് ഓഫീസിലായിരുന്നു. അവിടെ ഇതിവിടെ പാലാരിവട്ടം. ഒരു വട്ടം. ഓ ഓ. ഏതായിരുന്നു ഡൊമൈന്? ഫ്ലട്ടറോ? ആ, മൊബൈൽ ആപ്പ് എല്ലാം ഉണ്ട്. ഫ്ലട്ടർ, ആൻഡ്രോയിഡ്, iOS എല്ലാം ഉണ്ട്. അല്ല, ഏത് ഡൊമൈനിലായിരുന്നു? ഡൊമൈൻ മീൻസ് ഫ്ലട്ടർ ആണോ അതല്ല നേറ്റീവ് ആൻഡ്രോയിഡ് ആണോ? മൂന്നും ഉണ്ട്. നേറ്റീവ് ആൻഡ്രോയിഡ്, ഫ്ലട്ടർ, iOSും കൂടെ സ്വിഫ്റ്റ് ഉണ്ട്. ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്. നേറ്റീവ് സ്വിഫ്റ്റ് അല്ല, ഒബ്ജക്റ്റീവ് സി ആണ് ഞങ്ങൾ അവിടെ യൂസ് ഒബ്ജക്റ്റീവ് സി. ഓ ചെയ്തുകൊണ്ടിരുന്നത്. ഓ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? എത്ര എക്സ്പീരിയൻസ്ഡ് ഇപ്പോൾ? ആ, 2.5 3 വർഷം ആവാറായി. ഓക്കെ. എത്ര പ്രൊജക്റ്റ് ചെയ്തിപ്പോൾ? ഇപ്പോ 10 പ്രൊജക്റ്റിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്. ഓ. ഇപ്പോൾ ജോബ് നോക്കണ്ടോ? വേറെ നോക്കാനുള്ള പരിപാടി എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഇപ്പൊ കറന്റ് റിസൈൻ ചെയ്തിട്ട് ഇരിക്കുന്നതാണ്. ഇപ്പൊ ഇങ്ങനെ ഫ്രീലാൻസും പിന്നെ കോൺട്രാക്ട് വർക്ക് ഒക്കെ ആയിട്ട് ഇരിക്കുന്ന. അതെ അതെ. ഓ. നാടെവിടെയാ? ഹലോ, നമ്മോട് കേൾക്കാവോ? ഹലോ, നമ്മോട് വേറെ ജോബ് നോക്കുന്നുണ്ട് ഫുൾ ടൈം ഇപ്പൊ. നാടെവിടെയാ? നാട് മലപ്പുറം. മലപ്പുറം എവിടെയാ? പറഞ്ഞു. മലപ്പുറത്ത് എവിടെയാ? നാട് മലപ്പുറം. മലപ്പുറം പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ. ഓ, ഞാൻ തിരൂരാട്ടോ. പെരിന്തൽമണ്ണ. ആ, ഞാൻ തിരൂരാണ്. ഓ. ഓക്കെ. ഓ. ഇപ്പോൾ വർക്ക്. നമ്മളൊരു ഫിസിക്കൽ മീറ്റപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെ അതെ അതെ, മനസ്സിലായി മനസ്സിലായി. ഓക്കെ. റിക്കാസ് കബീർ. ഹലോ. ആ, പറഞ്ഞോളൂ. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ഹലോ. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ഓക്കെ. നന്നായിരിക്കും. എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാലോ. ഓക്കെ ഓക്കെ. ഞാനിപ്പോ ആലപ്പുഴയിലാണ് സ്ഥലം. റികാസ് എന്ന പേര്. ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന സൈബർ സെല്ലിലാണ്. ഓഹോ. പോലീസിലാണ്. എവിടെ? ആലപ്പുഴ തന്നെ. ആലപ്പുഴയിൽ തന്നെ. ഓ. സൈബർ പീസില്. അതെ അതെ. ഓക്കെ. പിന്നെ അവിടെ ഏതാ? ഫ്ലട്ടർ. അവിടെ സൈബർ സെക്യൂരിറ്റി ആയിട്ടാണോ അതോ എന്തെങ്കിലും ഡെവലപ്മെന്റ് ആയിട്ടാണോ? അല്ലല്ല. ഞാൻ അല്ലാതെ തന്നെ എന്തുവാ ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്ത് ഇതായിട്ട് ചെയ്യുന്ന. അത് പോലീസിൽ തന്നെ നോർമൽ PSCയിൽ കയറിയിട്ട് നമ്മൾ പോലീസിൽ തന്നെ ഒരു വിങ് ആണ് സൈബർ എന്ന് പറയുന്നത്. അതെ അതെ. ആ, അത് ആ രണ്ട് ഐറ്റം ഉണ്ട് സൈബർ സെല്ലിൽ. ഒന്ന് ആ ഡയറക്റ്റ് എടുക്കുന്നതുണ്ട്, പോലീസ് ത്രൂ സൈബർ സെല്ലിൽ എടുക്കണമുണ്ട്. ഈ പോലീസ് ത്രൂ എടുക്കുന്നത് കുറച്ചുകൂടി ഇല്ല അങ്ങനെ. ഇല്ല, സൈബർ സെല്ലില് ഡയറക്റ്റ് സൈബർ സെല്ലിലേക്ക് ഈ സൈബർ സെക്യൂരിറ്റി പഠിച്ച് എടുക്കുന്ന ഇല്ല. പിന്നെ അല്ലാണ്ട് സൈബർ ഡോമിലേക്ക് ആ, സൈബർ ഡോമാണ് ഞാൻ സപ്പോർട്ട് ഉദ്ദേശിച്ചത്. ചെയ്യാനായിട്ട്. ഓക്കെ, സപ്പോർട്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ. സൈബർ ഡോമിൽ സപ്പോർട്ട് ചെയ്യാം. അത് സൈബർ ഡോം ആകെ മൂന്നെണ്ണേ ഉള്ളൂ: അതെ അതെ ട്രിവാൻഡ്രം, കോഴിക്കോട്, എറണാകുളം. അതെ. സൈബർ സെല്ല് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സെപ്പറേറ്റ് PSC ഒക്കെ എഴുതി പാസ്സായിട്ട് അങ്ങനെ പോകുന്നതല്ലേ? ഞാൻ നോർമലും 4 വർഷമായി പോലീസിൽ കയറിയിട്ട്. അതെ അത് അതെ. കഴിഞ്ഞിപ്പം ഇടയ്ക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് പ്രോഗ്രാമിങ് പഠിച്ച് പിന്നെ ഫ്ലട്ടർ ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്തായിരുന്നു. ചെയ്തു. പിന്നെ അങ്ങനെ ഒരു ബേസ് വെച്ച്, ടെക്നിക്കൽ ബേസ് വെച്ച് ഇപ്പം സൈബറിലാണ് വർക്ക് ചെയ്തത്. അതെ അതെ. അടിപൊളി. ഓക്കെ. കണ്ടിൽ സന്തോഷം, ഓക്കെ. വളരെയധികം സന്തോഷം. താങ്ക് യു, സന്തോഷം. ഇവിടെ എവിടെ വർക്ക് ചെയ്യുന്നത്? ആലപ്പുഴ തന്നെയാണോ അതോ? ആലപ്പുഴ തന്നെ, ആലപ്പുഴ ആലപ്പുഴ തന്നെ. തന്നെ. അതെ അതെ. ആലപ്പുഴ. അതെ അതെ. ഫ്ലട്ടർ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഫ്ലട്ടർ പഠിച്ചേ? ഫ്ലട്ടർ പഠിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്ലട്ടർ ഒന്ന് രണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇൻട്രസ്റ്റ് ആയിരുന്നു, പഠിച്ചു. പിന്നെ ഇപ്പം ബ്ലോക്ക് ഞാൻ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടത്തേക്ക് ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻസ് ഇങ്ങനെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് ഓഫീസിലേക്ക്. അതെ അതെ. ആ ഓഫീസിൽ. അപ്പം അതിനുവേണ്ടി ബ്ലോക്ക് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അതെ അതെ. സാധാരണ നമ്മൾ പ്രൊവൈഡർ യൂസ് ചെയ്തിട്ട് നോക്കിയിട്ടേ ഉള്ളൂ. അപ്പം അതെ അതെ. ബ്ലോക്ക് നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊന്ന് ഒരു പാടാണ് അത് എനിക്ക്. ഇനീഷ്യൽ കുറവുള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് ഒന്നും ഒഴിവാവില്ല. ബാക്കിയൊന്നും നിങ്ങൾ ആ ടച്ച് ചെയ്യൂല. ആക്ച്വലി ഓക്കെ. അത് അങ്ങനെയാണ് ബ്ലോക്കിനെ പറ്റിയത്. ആ ഞാനിപ്പോ തുടങ്ങിയതേ ഉള്ളൂ. ബ്ലോക്ക് ഇപ്പം അതെ. നോക്കിക്കൊണ്ടിരിക്കുന്നു ചെയ്യാനായിട്ട്. ആ, നമ്മുടെ
ബ്ലോക്കിൽ വർക്ക് ചെയ്യുന്ന ഡെവലപ്പേഴ്സ് ഉണ്ടാവും, അവർ സപ്പോർട്ട് ആ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഞാനിപ്പോ അല്ല ഇടക്ക് ചോദിക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് ചോദിക്കാറുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെ അപ്പം അതൊക്കെ കൊണ്ടങ്ങ് കുഴപ്പമില്ലാണ്ട് പോകുന്നു. അതെ. ഓക്കെ, വേറെ എന്തെങ്കിലും ഈ സജഷനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മീറ്റപ്പിൽ. എനിക്ക് സത്യം പറഞ്ഞാൽ എക്സാക്ട് ഇത് എന്തുവാ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. ഇത് പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കേരളത്തിൽ ഒരുപാട് ഡെവലപ്പേഴ്സ് ഉണ്ട്, പക്ഷെ ആ അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഉണ്ട്, ഒരുപാട് ഓക്കെ. കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഒരു വലിയൊരു കേരളത്തിലെ ഏറ്റവും ടോപ്പ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ള പ്ലാനിൽ, കാരണം നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്പേഴ്സും മറ്റുള്ള ടെക് റിലേറ്റഡ് ജോലിക്കാരുള്ളത്. അതെ. ആ അറിയായിരിക്കും, കാരണം സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്നത് ഡെവലപ്പേഴ്സ് ഉള്ളത് നമ്മുടെ കേരളത്തിലാണ്. ഡെവലപ്പേഴ്സ് മീൻസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്. ഓക്കെ. മറ്റുള്ളവർ മോശമാണെന്നല്ല പറഞ്ഞത്, നമുക്ക് അത്രത്തോളം റിസോഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. കാരണം നമ്മുടെ ആ നാട്ടിലത്തെ ആളുകൾ പൊതുവെ ഒരു എന്താ പറയുക, വൈറ്റ് കോളർ ജോബ് ആഗ്രഹിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഈ ഒരു മേഖലയിൽ ആളുകൾ കൂടുതൽ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു വലിയ നെറ്റ്വർക്ക് നമുക്കിവിടെ ഇല്ല. കാരണം ഇത്രയൊക്കെ ഡെവലപ്പേഴ്സ് ഉണ്ടായ ഒരു സംസ്ഥാനം ഇവിടെ IT ഹബ്ബൊക്കെ പുറത്താണുള്ളത്. നമുക്ക് ഓ എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ പറ്റും ഒരു ശ്രമം നമ്മൾ തുടങ്ങി വെക്കുക. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, നമ്മളൊന്ന് തുടങ്ങി വെച്ച് നോക്കുക. ബാക്കി ആരെങ്കിലുമൊക്കെ ഇത് മോട്ടിവേറ്റ് ആയിട്ട് ആരെങ്കിലുമൊക്കെ കൊണ്ടുവരും ഇതിന് പിന്നാലെ. നമ്മൾ ശ്രമം ആ തുടങ്ങി വെക്കുക, വലിയൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് വെക്കുക, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പരസ്പരം ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓക്കെ. ഒരു പ്ലാനിലാണ് നിൽക്കുന്നത്. പിന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ഇന്നോവേഷൻസ് വരും, ഒരുപാട് പ്ലാൻസ് വരും. നമുക്ക് തന്നെ നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റ്, ഇപ്പോൾ സൈബർ ഡോമിനെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഇപ്പോൾ അതേപോലത്തെ കമ്മ്യൂണിറ്റി ഒക്കെ വലിയൊരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ സൈബർ ഡോമിനൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് പ്രോജക്റ്റുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റിൽ തുടങ്ങിയതാണ്. എത്രത്തോളം ആകും എന്നറിയില്ല, ട്രൈ ചെയ്തോക്കാം. സ്റ്റാർട്ട് നമുക്ക് അതെ ചെയ്തു നോക്കാം. അതെ, സ്റ്റാർട്ട് തീർച്ചയായിട്ടും ചെയ്യുന്നത് നമ്മളിപ്പോൾ അതെ. തുടങ്ങി വെച്ചു. ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ടെക്നോളജിയിലും ഗ്രൂപ്പുകളും കാര്യങ്ങളും ആയി. വിമൻസിന് വേണ്ടിക്കുമ്പോൾ സെപ്പറേറ്റ് വിമൻസിൻ്റെ കമ്മ്യൂണിറ്റി ആയി, അതുകൂടാതെ ആ ഫ്രീലാൻസേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി ആയി. അങ്ങനെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഇപ്പോൾ ആയി. ഇനി ഇതിൻ്റെ ഒരു ഓഫ്ലൈൻ കമ്മ്യൂണിറ്റി മീറ്റപ്പിനുള്ളൊരു പ്ലാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്പേസ് കിട്ടുകയാണെങ്കിൽ ഓഫ്ലൈനായിട്ട് പ്ലാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ടീമായിട്ടുണ്ട്. അതിന് മീറ്റപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോഴും പറയുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ ഡിസ്കഷൻ വേണം. അങ്ങനത്തെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. അത് കണ്ടിന്യൂസ് മീൻസ് എപ്പോഴും ജോലിയൊന്നും ഒഴിവാക്കിയിട്ടല്ല, ഈ വീക്കെൻഡിൽ മാത്രം നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസിൻ്റെ ടൈം വെക്കും. ആ ടൈമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക, എന്തൊക്കെയാണ് ആക്ഷൻ പ്ലാൻ ചെയ്യുക. അങ്ങനെയൊക്കെ ഒരു പ്ലാനിലുണ്ട്. ഓഫ്ലൈനായിട്ട് മീറ്റപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് പ്ലാൻ ഉള്ളത്. പോണേ നോക്കാം. ഞാനും ഇക്കാര്യം ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒരു ബാംഗ്ലൂര് അതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ മിക്കവാറും പകുതി പേരും മലയാളീസാണ്. മലയാളികളായിരിക്കും അതെ ഈ അതെ ചെയ്യുന്നവർ. അതെ മലയാളികളെ അതെ അവിടെ ഇപ്പം കേരളത്തിലെ ഒരു സ്ഥലത്ത്, ഇപ്പോൾ എറണാകുളം പോലുള്ള സ്ഥലത്തൊരു ഇത് തുടങ്ങിയ ഒരു കമ്പനി തുടങ്ങിയ ബാംഗ്ലൂരെക്കാളും എങ്ങനെ പോയാലും ഒരു 40% ഇത് കുറവായിരിക്കും. അതെ അതെ അതായത് മീൻസ് എക്സ്പെൻസ് കുറവായിരിക്കും എക്സ്പെൻസ് കൊടുക്കേണ്ട. കുറവാണ്. ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് ഇവിടെ 5 ലക്ഷം കൊടുക്കണമെങ്കിൽ അവിടെ എങ്ങനെ പോയാലും ഒരു 8 കൊടുക്കേണ്ടി വരും. വിട്ടു കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും. കാരണം അവിടെ എക്സ്പെൻസ് ഉണ്ടാവും. എന്നിട്ടും ആളുകൾ ഇവിടുന്ന് ബാംഗ്ലൂർ പോയാണ് മിക്കവരും കമ്പനി തുടങ്ങുന്നത്. അതെ അതെ, ഒരുപാട് പേരുണ്ട്. അതിന് കുറേ എന്താ പറയുക, നൂലാമാലകൾ എന്ന് പറയുമല്ലോ നിയമത്തിൻ്റെ. അത് കുറച്ചും അതെ. കൂടി അവിടെ സപ്പോർട്ട്. എളുപ്പമാണെന്ന് തോന്നുന്നു നമ്മൾക്കിനെ സംബന്ധിച്ചിട്ട്. കുറച്ചും കൂടി എക്കോ ഫ്രണ്ട്ലി. അപ്പം നമുക്ക് ഇവിടെ നല്ലൊരു കമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് സപ്പോർട്ട് വരെ കിട്ടും. അത്ര ഓക്കെ. വലിയൊരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. കാരണം വലിയൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാൻ ഈ ഫ്യൂച്ചറിലേക്ക് വരുന്ന സ്റ്റുഡൻസിന് നമുക്ക് മെൻറ്റർ ചെയ്തിട്ട് അവർക്ക് നല്ലൊരു പാത്ത് കരിയറൊക്കെ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് വിശ്വാസം. ട്രൈ ചെയ്തൊക്കെ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. നമുക്ക് സപ്പോർട്ട് ചെയ്യാം അതെ അതെ, തീർച്ചയായിട്ടും. പറ്റുന്ന പോലെയൊക്കെ. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ലക്ഷ്യം, ഈ ഗ്രൂപ്പിൻ്റെ, ഈ ഒരു കമ്മ്യൂണിറ്റീൻ്റെ. ഓക്കെ. ഓക്കെ, വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനോ എന്തെങ്കിലും ഉണ്ടോ? ആശയങ്ങൾ പറയാം, ഇന്നോവേഷൻസ് പറയാം, ഒക്കെ സംസാരിക്കാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ടെക് കമ്മ്യൂണിറ്റി.
ആരും തെറ്റ് ശരി എന്നുള്ളൊരു കാര്യമില്ല. നമുക്ക് പറയാനുള്ളത് പറയാം. തെറ്റാണെങ്കിൽ നമ്മളിവിടെ അറിയണ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അവർ തിരുത്തി തരും. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ശരി കണ്ടുപിടിക്കല്. പിന്നെ ഒരു കാര്യം, സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ആളുകളോട് പറയുകയാണ്, സൈലൻ്റ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം നമുക്ക് പറയാനുള്ള എക്സ്പ്രസ് ചെയ്ത ആൾക്കാർ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതാരെ ഇതിൽ നോക്കിക്കഴിഞ്ഞാലും, ഏതൊരാളെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാലും, എക്സ്പ്രസ് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്ത്, ഡൗട്ടുകൾ എക്സ്പ്രസ് ചെയ്ത്, അങ്ങനത്തെ ആൾക്കാർ മാത്രമേ സക്സസ് ആയിട്ടുള്ളൂ. അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒന്ന് നമ്മളെപ്പോഴും കരിയറിൽ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ സക്സസ് ആവാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കിട്ടിയ ഈ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യണേ. അതൊന്ന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. കേൾക്കാവോ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പോൾ ഞാൻ ഓഫീസിലേക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ ജില്ലയിലുള്ള CCTV ക്യാമറാസിൻ്റെ ഡീറ്റെയിൽസ് ബാക്കപ്പിൽ എക്സൽ ഉണ്ട്. അപ്പോൾ അത് ഫയർബേസിൽ ഇൻബിൽട്ട് ചെയ്തിട്ട് ഫയർബേസിൽ നിന്ന് ഇത് ഗൂഗിൾ മാപ്പിൽ നമ്മുടെ ലൊക്കേഷൻ ഫെച്ച് ചെയ്യും. അതായത് ഇപ്പം ഇൻവെസ്റ്റിഗേഷന് ഒരു സ്ഥലത്ത് പോകുന്ന ഒരു പോലീസുകാരന് അവിടെ നിന്ന് അയാളുടെ ലൊക്കേഷൻ ഫെച്ച് ചെയ്യും ഫസ്റ്റ്. അപ്പം ഓപ്പൺ ചെയ്ത് വരുമ്പോൾ താഴെ ഒരു ഫൈൻ ക്യാമറ എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അയാളുടെ ചുറ്റിനും ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വരുന്ന ക്യാമറാസ് എല്ലാം പോപ്പപ്പ് ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. ഇതാണ് പ്രോജക്റ്റ്. ഇത് ഫയർബേസിലാണ് ഞാൻ ഈ ഡാറ്റാസ് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഇത് സ്റ്റേഷനുകളിലെല്ലാം വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എനിക്ക് ബില്ലിങ്ങും കാര്യങ്ങളും ഈ ഗവൺമെൻറ് കാര്യമായതുകൊണ്ട് എൻ്റെ ഇതിൽ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഏതെങ്കിലും ഒരു ഇതിലേ ചെയ്യാൻ പറ്റുള്ളൂ. ആരുടെയെങ്കിലും ഓഫീസിലെ ഇതിലെല്ലാം ചെയ്യുമ്പോൾ ഈ ബില്ലിങ്ങിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഈ ബില്ല് നമുക്ക് യൂസ് ചെയ്യുമല്ലോ, ഫയർബേസ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഡാറ്റ റീഡ് ചെയ്യുന്നതിൻ്റെ ലിമിറ്റ് കഴിയുമ്പോൾ എമൗണ്ട് ആവുമല്ലോ. ഓക്കെ, അത് മിക്കവാറും തരാൻ ചാൻസ് ഇല്ല, നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പം ഇതൊരു സെർവറിലോട്ട്, ഇപ്പം ഗവൺമെന്റ് സെർവറുണ്ട്, അതിനകത്തോട്ട് ആക്കണമെങ്കിൽ ഡാറ്റാബേസ് ബാക്കെൻഡ് അപ്പം ഞാൻ എന്തായിട്ട് ചെയ്യേണ്ടി വരും? ബാക്കെൻഡ് നിങ്ങൾ ബാക്കെൻഡ് ഏതെങ്കിലും ടെക്നോളജി ഉപയോഗിച്ച് ഗവൺമെന്റ് സെർവർ ഉണ്ടല്ലോ, ഉണ്ടാവും. ഗവൺമെന്റ് സെർവറിൽ അവരെ കൊണ്ട് API ചെയ്യിപ്പിക്കുക. API മീൻസ് അറിയാലോ, API ചെയ്യിപ്പിച്ചിട്ട് ആ ഡാറ്റയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ഡാറ്റാബേസിന്റെ പാർട്ടായിട്ട് വേറെ ചെയ്യിപ്പിക്കുക. എന്നിട്ട് ആ സെർവർ തന്നെ ഉപയോഗിച്ചാൽ മതിയല്ലോ API വെച്ചിട്ട്. ഞാനാണ് ഇപ്പൊ ബാക്കെൻഡ് ചെയ്യുന്നെങ്കിൽ ഞാൻ എന്ത് ഇതിൽ ചെയ്യും? ഇപ്പൊ MongoDB അല്ലെങ്കിൽ ഫ്ലട്ടർ ഡെവലപ്പർ ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് Node.js ചെയ്യുന്നതായിരിക്കും. കാരണം നമുക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അത് Node.js പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം ഫ്ലട്ടറിൻ്റെ കോൺസെപ്റ്റുകൾ ഒരുപാട് പിന്നെ ജാവാസ്ക്രിപ്റ്റ് റിലേറ്റഡ് ആയിട്ട് കണക്റ്റ് ആക്കി വരുന്നുണ്ട്. ശരിക്കും ജാവയുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ്, എങ്കിലും ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഫ്രണ്ട് എൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് Node.js പഠിക്കണം. പിന്നെ നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് റിയാക്റ്റും പഠിക്കാം. റിയാക്റ്റ് പഠിച്ച ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറുമായി. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്യുന്ന ഫ്ലട്ടർ ഫ്രണ്ട് എൻഡ് വെച്ചിട്ട് ബാക്ക് എൻഡ് Node.js എക്സ്പ്രസ്സിൽ MongoDB എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യേണ്ടതാണ് എൻ്റെ പേഴ്സണലി അഭിപ്രായം. കാരണം എക്സ്പ്രസ്സിനെക്കാട്ടും നല്ലത് നിങ്ങളൊന്നെങ്കിൽ Node.js കോർ Node.js ചെയ്യാം, അതല്ലെങ്കിൽ പിന്നെ Next.js ഉണ്ടല്ലോ, Next.js ചെയ്യാം. കാരണം എക്സ്പ്രസ് ആരും ഉപയോഗിക്കണില്ല. എക്സ്പ്രസ് ഒരുപാട് ലിമിറ്റേഷൻസ്, ഒരുപാട് ഡ്രോബാക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ബാക്കെൻഡ് ചെയ്യാൻ പൊതുവെ എങ്ങനെയാ? ഇതുവരെയും ഞാൻ നോക്കിയിട്ടില്ല. അതെ, എന്നിട്ട് ഗവൺമെന്റ് സെർവറിലേക്ക് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന് API വിളിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. കുറച്ച് സെക്യൂരിറ്റി കൂടുതൽ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതിന് വേണമെങ്കിൽ ഞാൻ സെക്യൂരിറ്റി ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന 1-2 ആൾക്കാർ എൻ്റെ കൂട്ടുകാരുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഞാൻ കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്ത് തരില്ല. ഇതൊക്കെ സെക്യൂരിറ്റി മെത്തഡോളജീസ് ഉപയോഗിക്കണം എന്നുള്ളത്. അത് നമുക്ക് ആ സമയത്ത് നോക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ഈ ഫ്ലട്ടർ കോമൺ ചെയ്തത് ഇപ്പോൾ ഫയർബേസ് വെച്ചിട്ടൊന്ന് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ബ്രോയെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. റൺ ചെയ്യിപ്പിക്കാമല്ലോ.
അതെ. ഓക്കെ. അതെ അതെ. ഒന്നുമില്ല, ലൊക്കേഷൻ്റെ മെയിനായിട്ട് നിങ്ങൾക്ക് ചലഞ്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ ക്യാമറ വെക്കണം, ആ ക്യാമറ വെക്കുന്ന സമയത്ത് അവിടുത്തെ കറണ്ട് ലൊക്കേഷൻ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും, ആ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും. അത് അല്ല, ഞങ്ങൾക്ക് അത് ഓൾറെഡി ഉണ്ടോ? അത് ഓൾറെഡി ഒരു ഡാറ്റാബേസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരു ഉണ്ട്. 1.5 വർഷം മുമ്പേ ഉള്ള ഡാറ്റാബേസാണ്, അതെ അതുണ്ട്. അതെ. പിന്നെ ഇപ്പൊ ഇതിൽ തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഞാൻ ഫെച്ച് ചെയ്യുന്ന അല്ലാണ്ട് ഇത് ചെയ്യുന്നതും കൂടെ ആഡ് ചെയ്യുന്ന ഒരു ഇതും കൂടെ വെക്കണം, മൊഡ്യൂളും കൂടെ വെക്കണം. അതെ അതെ. അപ്പോൾ പിന്നെ ആ ഡാറ്റാബേസിൽ തന്നെ ഇത് ആഡ് ചെയ്തൂടെ? ആഡ് ചെയ്യാം, അതെ. ആ ഇതിൽ തന്നെ പുതിയതായിട്ടൊരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ നിന്ന് തന്നെ എൻട്രി ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ, ഒരു മൊഡ്യൂൾ കൂടെ അത് ക്രിയേറ്റ് ചെയ്യാം. മതിയല്ലോ. അതായത് ഇപ്പോൾ അവിടെ നിങ്ങൾക്ക് ഓൾറെഡി ഡാറ്റാബേസിൽ ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡാറ്റ API വഴി വിളിക്കണോ, ആ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രോസസ്സിങ് നടത്തുകയാണ്. ഈ പ്രോസസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കിട്ടി കഴിഞ്ഞാൽ ലൊക്കേഷനും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതല്ലേ. ഇപ്പോൾ അതെ ഈ ഡാറ്റാബേസിൽ എന്തുണ്ടാവുക, ഓരോ സ്റ്റേഷൻ്റെ അണ്ടറിലുള്ള ക്യാമറാസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവുക. ആ അതെ ക്യാമറാസിൻ്റെ ഡീറ്റെയിൽസിൽ ഓരോ ക്യാമറ ഇരിക്കുന്ന പൊസിഷൻ എവിടെയാണ് അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉണ്ടാവുക. അത് നിങ്ങളുടെ അതെ. കയ്യിൽ ഓൾറെഡി ഡാറ്റ ഉണ്ട്, ഡിജിറ്റൽ ഡാറ്റ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഓക്കെ. ആപ്പിൽ വിളിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ആ API വിളിച്ചിട്ട് ഇവിടുന്ന് ചെയ്താൽ മതി, വേറെ എക്സ്റ്റേണൽ സെർവറിൻ്റെ ഒരു ആവശ്യമില്ല. അല്ല, ഓക്കെ. അതായത് എന്തുവാ, ലോക്കൽ ഡാറ്റാബേസിൽ വെക്കാനാണോ പറയുന്നത്? അല്ല അല്ല അല്ല, നിങ്ങൾ അവിടുന്ന് കിട്ടുന്ന ഡാറ്റ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അല്ല, അത് ഒരു എക്സൽ ഫയലിൽ ഞങ്ങളുടെ കയ്യിൽ റോ ഡാറ്റ ഇരിക്കുന്നതാ. എക്സൽ ഫയൽ. എക്സൽ ഫയലിലാണ് ഇരിക്കണത് അല്ലേ? അതെ അതെ അതെ, API ഒന്നുമല്ല. APIയിലൊക്കെ ഇനി നമ്മളത് സെറ്റപ്പ് ചെയ്യണം. അതെ അതെ. ഞാൻ വിചാരിച്ചു ആ, APIയിലാണെന്ന് വിചാരിച്ചിട്ട്. APIയിലാണെങ്കിൽ അല്ല അല്ല. ഓ, അപ്പോൾ പിന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കേണ്ടി വരും. അതെ അതെ. അപ്പോൾ API ചെയ്യേണ്ടി വരും. അപ്പോൾ ഫയർബേസ് ഇനീഷ്യലി ഫയർബേസ് ഉപയോഗിച്ചാൽ മതി. ഫയർബേസിൻ്റെ റിയൽ ടൈം ഡാറ്റാബേസ് ഉപയോഗിച്ചാൽ മതി. റിയൽ ടൈം ഫയർ സ്റ്റോർ ഏതായാലും കുഴപ്പമില്ല. ഫയർ സ്റ്റോർ ആണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. അതെ അതെ, അത് മതി, കുഴപ്പമില്ല. പിന്നെന്താണ് കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കേണ്ടി വരും കാര്യങ്ങൾ. കാരണം കുറച്ച് ഓവർ ഡാറ്റ ഉണ്ടാകുമ്പോൾ അത് ലോഡിങ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കേണ്ടി വരും, പെർഫോമൻസ്. ഓക്കെ. ഞാനിപ്പോൾ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോക്കൽ ഡാറ്റാബേസും കൂടെ സെറ്റപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ഒരു പീരിയോഡിക്ക് ഈ അപ്ഡേഷൻ ഇടക്ക് ഇടക്ക് കൊടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങോട്ട് ഫെച്ച് ചെയ്യുന്ന ഇതും റീഡ് ചെയ്യുന്ന ആ ഇതും കുറയുമല്ലോ, കുറച്ചുകൂടെ ഫാസ്റ്റും കൂടെ ആവും. റിയൽ ടൈം സ്റ്റോറേജ് പോലെ. അതെ, ലോക്കൽ ഡാറ്റാബേസ് ഫസ്റ്റ് ഇതിപ്പോൾ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് ആദ്യമേ ഒരു തവണ ലോക്കൽ ഡാറ്റാബേസിലേക്ക് ഈ ഡാറ്റാസ് ഫെച്ച് ചെയ്തെടുത്തിട്ട് അപ്പോൾ ഒരു കാര്യം പിന്നെ ചോദിക്കട്ടെ, അതായത് ഉം, ഇപ്പോൾ ഒരു ഡാറ്റ എടുക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 5000 സ്റ്റേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഉം. 5000 സ്റ്റേഷൻസിൻ്റെ മൊത്തം ഡാറ്റ നിങ്ങൾ ഫെച്ച് ചെയ്യുമോ? അതെ, ഇപ്പം അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ. എനിക്ക് അതായത് സത്യത്തിൽ വേണ്ടത്. ആപ്പ് ഭയങ്കരമായിട്ട് പ്രശ്നം വരും. ആപ്പ് ക്രാഷ് ആവാൻ വരെ സാധ്യതയുള്ളൊരു ചലഞ്ചാണിത്. ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉണ്ട്. ആ ഈ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എടുക്കുക. അതിപ്പോൾ ഒരു ആ ആപ്പ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ ആ കറണ്ട് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ആപ്പ് നിൽക്കുന്ന സ്ഥലം എടുക്കുക. എന്നിട്ട് നിങ്ങൾ റേഡിയസ് കൺസിഡർ ചെയ്യുക അവിടുന്ന്. ഉം, ഇപ്പോൾ ഒരു ഉം, 10 കിലോ ഒരു 5 കിലോമീറ്റർ വിചാരിക്കുക. ഉം, അതായത് ഇത്ര കിലോമീറ്റർ യൂസേഴ്സിന് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കിലോമീറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റണം. ഉം. ഈ കിലോമീറ്റർ ചേഞ്ച് ചെയ്യുമ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര കിലോമീറ്ററിനുള്ളിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് ആ കിലോമീറ്ററിൻ്റെ ഉള്ളത്തെ ഡാറ്റ മാത്രം ഫെച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് സ്പെഷ്യലി എന്ത് ചെയ്യണ്ട, ഡാറ്റ ചെയ്യണ്ട. നമ്മൾ ഡീഫോൾട്ട് വെച്ച് ഇത്ര കിലോമീറ്ററിൻ്റെ ഇനീഷ്യൽ ലോഡ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ എന്തായിരിക്കും, ആപ്പിൻ്റെ പെർഫോമൻസിനെ ബാധിക്കില്ല അത്. ശരി ശരി. അതായിരിക്കും ഏറ്റവും നന്നാവുക. കാരണം നമുക്ക് ആ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡിൻ്റെ ഇത്ര റേഡിയസിനുള്ളിൽ ഏതൊക്കെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് വരുന്നതെന്നുള്ള ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് നമുക്ക് എടുക്കാമല്ലോ. അതെ അതെ. അതായിരിക്കും നന്നാവുക. ഓക്കെ. ഞാൻ എന്തായാലും അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം. ഞാൻ ആദ്യം ചെയ്തത് ആദ്യമേ മുഴുവൻ ഡാറ്റാസിനെ ഫെച്ച് ചെയ്ത് നമ്മുടെ ഇതിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് പിന്നെ സോർട്ട് ചെയ്ത് 2 കിലോമീറ്റേഴ്സ് സോർട്ട് ചെയ്തെടുക്കുക ചെയ്തു. അതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫേസ് ചെയ്തൊരു ചലഞ്ചാണ്. നമുക്ക് ഈ മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ വരും അവിടെ. ഉം. ഈ മെമ്മറി ലീക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൻ്റെ പെർഫോമൻസിനെ സീരിയസ് ആയിട്ട് ബാധിക്കും. അതുകൂടാതെ ആപ്പ് ക്രാഷ് ആവാൻ വരെ സാധ്യത ഉണ്ട്. പിന്നെ നേറ്റീവ് കോഡല്ല അത്. നമ്മൾ ക്രോസ് പ്ലാറ്റ്ഫോം ആകുമ്പോൾ എന്തൊക്കെയാണ് അതിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കുറേ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. ഓക്കെ. കാരണം റിയൽ ടൈം ഡാറ്റാബേസുമായി ബന്ധപ്പെട്ട കുറച്ച് ലിമിറ്റേഷൻസ് ഫ്ലട്ടറിനുണ്ട്. ആ അപ്പോൾ ആ അത് പെർഫോമൻസ്
പെർഫോമൻസ് ബേസ്ഡ് നെറ്റിൻ്റെ പെർഫോമൻസ് കിട്ടില്ല. അങ്ങനെയാണ്. കാരണം ഇത്ര വലിയ ബൾക്ക് ഡാറ്റയാണ്. ചെറിയ ഡാറ്റ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇപ്പോൾ പേജിനേറ്റ് ഇതിപ്പോൾ നമ്മളൊരു പേജിനേഷൻ അറിയില്ല. ആ പേജിനേഷൻ ലിസ്റ്റ് ഇപ്പോൾ നമ്മൾ ഒരു 10 ഒരു പേജ് ഇപ്പോൾ ലോഡ് ചെയ്യുകയാണെങ്കിൽ ആമസോൺ എടുക്കുക കഴിഞ്ഞാൽ ആദ്യത്തെ 10 ഡാറ്റ കാണിക്കും. പിന്നെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ ഒരു ലോഡിങ് കാണിക്കും. കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഡാറ്റ വരും. അതാണ് ബാക്കിഡ്. അതാണ് പേജിനേഷൻ്റെ കോൺസെപ്റ്റ്. അതായത് ഓരോ പേജിൻ്റെ പേജ് ബൈ പേജ്, ഒരു പേജിൽ ഒരു 10 ഡാറ്റ, അടുത്ത പേജിൽ 10 ഡാറ്റ എന്നുള്ള കോൺസെപ്റ്റിലാണ് അത് വരുന്നത്. ആ ഒരു ലെവലിലാണെങ്കിൽ ആപ്പിൻ്റെ പെർഫോമൻസ് ഓക്കെയാണ്. പക്ഷേ ഇത് ഇത്ര വലിയൊരു ഡാറ്റ മൊത്തത്തിൽ വലിച്ച് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഇഷ്യൂ ആയിട്ട് വരും. ആപ്പ് ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. മറിച്ച് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി, ഞാൻ പറഞ്ഞ ഈ പരിപാടിയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഡീഫോൾട്ടായിട്ട് ഒരു 5 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലെ ക്യാമറ ആണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഈ ഡീഫോൾട്ടായിട്ട് നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക ഇതുണ്ടാവുമല്ലോ, നമ്മൾ ഹൊറിസോണ്ടലായിട്ടുള്ള ഡ്രാഗർ, അതിപ്പോൾ നമ്മുടെ സ്വിച്ച് പോലത്തെ ഒരു കാര്യം. നമ്മളിപ്പോൾ എക്സാമ്പിൾ കാണണമെങ്കിൽ നമ്മൾ OLX ഇല്ല, OLXന് ഇത്ര റേഡിയസിൻ്റെ ഉള്ളിൽ എന്നൊക്കെ കൊടുക്കാൻ പറ്റുമായിരുന്നല്ലോ ആദ്യം. ആ ഒരു കോൺസെപ്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഡീഫോൾട്ടായിട്ട് 5 കിലോമീറ്റർ ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10 ആയിക്കോട്ടെ. അപ്പോൾ 10 കിലോമീറ്റർ ആണെങ്കിൽ അവർക്ക് 100 കിലോമീറ്റേഴ്സോ 1000 കിലോമീറ്റേഴ്സോ അതൊക്കെ അവരെ ഇഷ്ടം യൂസേഴ്സിൻ്റെ. പക്ഷേ നമ്മൾ അവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും API അല്ലെങ്കിൽ ഫയർബേസ് വിളിച്ചിട്ട് അത്ര ടൈം അവിടെ നമുക്ക് ലോഡ് ചെയ്യിപ്പിക്കാം. കാരണം അവർക്ക് തന്നെ അറിയാം, അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറായതുകൊണ്ടാണ് ഈ 1000 കിലോമീറ്റേഴ്സ് അവർ വെക്കുന്നത്. അത് അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറ്, നമ്മളവിടെ ലോഡർ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഏറ്റവും നന്നായിരിക്കും അത്. അതായിരിക്കും ഏറ്റവും നല്ല ബെറ്റർ പെർഫോമൻസ് ഉണ്ടാവുക. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു. ഓക്കെ, വെൽക്കം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? അപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ പറയാനാണ്. ഒന്ന്, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ കമ്മ്യൂണിറ്റി വേണ്ടിയുള്ള ഒരു ഇതാണ്. കഴിഞ്ഞ ഒരു ദിവസം കോട്ട്ലിൻ ജാവ ആൻഡ്രോയിഡ് കമ്മ്യൂണിറ്റിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അപ്പോൾ സ്പ്രിംഗ് ബൂട്ടായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ ഞാനതൊന്ന് മെസ്സേജ് ചെയ്ത് നോക്കി, പേഴ്സണൽ മെസ്സേജ്. ഒരു പഠിക്കുന്നൊരു പയ്യാണ്. അപ്പോൾ കണക്ട് ചെയ്തിട്ട് ഒരു ഡൗട്ടായിരുന്നു. കുറെ 2-3 ദിവസമായി അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇങ്ങനെ വന്നു. അപ്പോൾ ഞാനത് നോക്കി, കുറെ നോക്കി. ഞാൻ സ്പ്രിംഗ് ബൂട്ടിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളായ. അപ്പോൾ അവർക്കത് പിന്നെ എനിക്കത് ഫിക്സ് ചെയ്യാൻ പറ്റി. അപ്പൊ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ നമുക്ക് ജോലിയിൽ നിന്ന് കിട്ടുന്ന ഈ കമ്മ്യൂണിറ്റീന്റെ കൊണ്ട് കിട്ടുന്ന ഒരാൾക്കൊരു സഹായം ചെയ്യുമ്പോൾ ഒരു മെന്റൽ സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടല്ലോ, ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ AI ടൂളുകൾ ഉണ്ടല്ലോ, ഈ ChatGPT, അങ്ങനത്തെ ജെമിനി, അതെങ്ങനെ ബെറ്റർ ആയിട്ട് ഈ കോഡിങ്ങിന് യൂസ് ചെയ്യാന്നുള്ളതിൽ ഒരു ഡിസ്കഷൻ വരുന്നത് നന്നായിരിക്കും. അത് ജെമിനി ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യം കേട്ടോ. ഈ ജെമിനി ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ കണക്ട് ചെയ്തിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. വെച്ചാൽ നമ്മളിപ്പോൾ എറേഴ്സ് വരുമല്ലോ, ക്രാഷൊക്കെ വരുമല്ലോ. ഈ ക്രാഷ് വരുന്ന സമയത്ത് ജെമിനിന്ന് ഓട്ടോമാറ്റിക് മാപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും ആ ഇഷ്യൂ എന്താണ്. നമ്മൾ അങ്ങനെ അത് ഇപ്പൊ സപ്പോസ് ഞാനിപ്പോ VS കോഡിലാണ് ചെയ്യുന്നതെന്ന് വെച്ചോ, ഞാൻ VS കോഡിൽ അത്ര ജെമിനി ഉപയോഗിച്ചിട്ടില്ല. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ എങ്ങനെ ചെയ്തിരുന്നത്. ചെയ്തിട്ടുണ്ടോ? ഞാൻ നേറ്റീവിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഫ്ലട്ടർ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ഞാൻ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഉപയോഗിക്കാറ്. വേണമെങ്കിൽ സപ്പോർട്ട് ആരെങ്കിലും ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നോക്കാം, ആരെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കണക്ട് ചെയ്ത് തരാം. നല്ല ബെറ്റർ ആക്കാം. അതായത് ഇതിന്റെ നമ്മുടെ കോഡിങ്ങിന്റെ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാന്നുള്ളതാണ്. അതെ, വളരെയധികം ഉപകാരമാണ് അത്. കാരണം നമ്മളിപ്പോൾ വെറുതെ ഗൂഗിളിൽ എന്നിട്ട് വീണ്ടും സെർച്ച് ചെയ്യുന്ന സ്ഥാനത്ത് നമുക്ക് ജെമിനിയിൽ നേരെ കണക്ട് ചെയ്ത് അവിടെ ഉത്തരം കിട്ടി. അങ്ങനെ തന്നെ നമ്മളും ചെയ്യാറുള്ളത്. പരമാവധി എഫിഷ്യന്റ്, അത്ര ടൈം ലാഭിക്കാലോ. അതായത് പെർട്ടിക്കുലർ പ്രോംപ്റ്റുകൾ ഉണ്ട്. ആ പ്രോംപ്റ്റുകൾ പലരും പറയുന്ന ഈ ChatGPT ഒക്കെ നമുക്ക് അങ്ങനെ ഉത്തരങ്ങളൊന്നും കറക്റ്റ് തരില്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും അത് കുറെ. പ്രോംപ്റ്റ് മീൻസ് ആ ക്വസ്റ്റ്യൻസിനാണ്. ഞാൻ നോക്കാം, ആരെങ്കിലും വർക്ക് ചെയ്യണവരുണ്ടെന്നുണ്ടെങ്കിൽ. ഇതിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ജെമിനിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അതിൽ ലോജിക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആണെങ്കിൽ ഞാൻ കണക്ട് ചെയ്തുതരാം. എങ്ങനെയാണ് എന്താണ് സംഭവം, എങ്ങനെ ചെയ്യാറ്. വളരെ ഈസിയാണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ.
ആ ഒരു ലൈബ്രറി എന്ത് ചെയ്താൽ മതി, ഡിപ്പെൻഡൻസി ഒന്ന് ആഡ് ചെയ്ത് ഇട്ടാൽ മതി, അത്രേ ഉള്ളൂ. നമ്മൾ ഇതുണ്ടാവുമല്ലോ, പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാൽ മതി. വേറെ എന്തെങ്കിലും ഇപ്പം ഇതുപോലത്തെ വേറെ എന്തെങ്കിലും ഇതുണ്ടോ ഈ കോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എഫിഷ്യന്റ് ആക്കാൻ വേണ്ടി, അതായത് കുറച്ച് ടൈമിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം, ഇത് അങ്ങനെ ഒരു സെറ്റപ്പ്? അപ്പൊ നമുക്ക് AI ടൂളുകളല്ല. ഫ്ലട്ടറിൻ്റെ എന്തൊരു ടൂൾ ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തൊരു ടൂള്, അത് ആർക്കിടെക്ചറൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഡിനോട്ട് ചെയ്യണേ. അതുപോലെ മെഷീൻ ലേണിംഗിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കമ്മ്യൂണിറ്റി ഇതിലുണ്ടാവും നമുക്ക് ഇതില്. അതില് പക്ഷെ ആയി തോന്നുട്ടോ. അല്ല, ആൾ കാണാൻ കയറാൻ പറ്റാത്ത രീതിയിൽ ഫുള്ളാന്നൊരു കമ്മ്യൂണിറ്റിയില്. ഞാനൊന്ന് കയറിയാൻ നോക്കിയപ്പോഴേ അങ്ങനെ കണ്ട് കണ്ടു. ഞാൻ മെസ്സേജ് ചെയ്യാം കേട്ടോ. എന്റെ പേര് റോഷൻ, ഞാൻ മെസ്സേജ് ചെയ്യും. അല്ല, ഞാന് സ്പ്രിംഗ് ബൂട്ടില്ല, അപ്പൊ എനിക്ക് പല കേസ് വരും. അപ്പൊ ഞാൻ കുറച്ചായിട്ടേ ഉള്ളൂ, ഞാൻ 4-5 മാസമായിട്ടേ ഉള്ളൂ. അല്ല, അതിന് മുന്നേ ഞാൻ കുറച്ച് ആംഗുലർ ഒക്കെ ഉണ്ടായി, ഞാൻ ഇടയ്ക്കൊരു കുറച്ച് കരിയർ ഗ്യാപ്പ് ഒക്കെ വന്നിരുന്നു. അതിന് ശേഷം പിന്നെ വന്ന എന്താ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്പ്രിംഗ് ബൂട്ടോ? ഞാൻ പ്രൊജക്ട് ചെയ്തിട്ട് തന്നെ എനിക്ക് അവര് ആദ്യം കുറച്ച് സ്പ്രിംഗ് ബൂട്ടുകളിലെ കുറച്ച് ബാക്ക് എൻഡ്, അതായത് ക്രെഡ് ഓപ്പറേഷൻസ് ആണല്ലോ. പിന്നെ ഈ ക്രെഡ് ഓപ്പറേഷൻസ് വെച്ചിട്ട് ഇപ്പൊ ഒരു സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റം, ഒരു സ്റ്റുഡന്റിനെ ആഡ് ചെയ്യുന്നു, സ്റ്റുഡന്റിന്റെ മാർക്ക്, അങ്ങനത്തെ 3-4 ചെറിയ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് പിന്നെ ഞാൻ ഡാറ്റാബേസിൽ ആഡ് ചെയ്ത്, അത് ഫസ്റ്റ് ഞാൻ കണക്ട് ചെയ്ത MySQL ആയിട്ടായിരുന്നു. പിന്നെ അവർക്ക് പിന്നെ ആ കമ്പനി കുറച്ച് കൂടുതൽ ഡാറ്റാബേസസ് യൂസ് ചെയ്യുന്നു, കസാൻഡ്ര, പിന്നെ Neo4j എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ 4-5 സംഗതികളായിട്ട് കണക്ട് ചെയ്തു. പക്ഷെ അതൊക്കെ നമുക്ക് ഇത് പറ്റും, ഈ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രെഡ് ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട്. ക്രെഡ് ഓപ്പറേഷൻ യൂസിങ് സ്പ്രിംഗ് ബൂട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ബേസിക് തൊട്ട് പറഞ്ഞുതരും. ടെലിസ്കോ കേട്ടില്ല? ടെലിസ്കോ, നവീൻ റെഡ്ഡി, ജാവേന്റെ ഫേമസ് ആണ് അയാൾ. അതിൽ സ്പ്രിംഗ് ബൂട്ടിനെ പറ്റി എല്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്, ബേസ് തൊട്ട്. ഒരു ഓ അയാൾ പഠിപ്പിച്ചു തരുന്നുണ്ട്, അയാൾ ആ സ്പ്രിംഗ് ബൂട്ടിനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടല്ലോ. പക്ഷെ നമ്മളത് വീഡിയോ കാണരുത്, നമ്മള് റിയൽ ആയിട്ട് നമ്മളെ കേസിൽ തന്നെ എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കണം, ചെയ്ത് നോക്കണം. അപ്പൊ നമുക്കത് പഠിക്കാൻ പറ്റും. 3-4 മാസമായെങ്കിലും ഞാൻ 2-3 പ്രൊജക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, കുറച്ച് അർജന്റ് ആയതുകൊണ്ട്. അപ്പൊ ആ ഒരു ബേസിസിലാണ് പറഞ്ഞത്. അത്ര ബുദ്ധിമുട്ട് അല്ല, ഞാൻ പറഞ്ഞതാ, അത്ര ബുദ്ധിമുട്ടില്ലാന്ന് പറഞ്ഞ. പിന്നെ ജാവ അറിഞ്ഞാലും ഉപകാരമാണ്. ജാവന്റെ കുറെ കോൺസെപ്റ്റുകൾ, പിന്നെ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ, അങ്ങനത്തെ അതിന്റെ കുറെ അനോട്ടേഷൻസ് ഉണ്ട്. പിന്നെ ഒന്ന് രണ്ട് ഒരു ഡെമോ പ്രോജക്റ്റുകൾ ചെയ്ത് ചെറിയ പ്രോജക്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ മനസ്സിലാവും. അത് അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. ബാക്കിയൊക്കെ എല്ലാ ഫ്രെയിംവർക്കുകളും ഒരു കോമൺ സ്വഭാവങ്ങളുണ്ടല്ലോ, ലൈബ്രറി ഇൻപുട്ട് ചെയ്യുന്ന സംഗതികൾ, അത് ഏതായാലും മെഷീൻ ലേണിംഗ് ആയാലും വാട്ടെവർ കോമൺ സ്വഭാവമുണ്ട്. അത് തന്നെയാണ് അതിൽ വരുന്നത്. പക്ഷെ അതിന്റെ ഒരു അനോട്ടേഷൻസും അതിന്റെ ഒരു ബേസിക് ഫ്ലോ അറിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നേ ഉള്ളൂ. ആദ്യം സ്പ്രിംഗ് ആയിരുന്നു, ഇപ്പൊ സ്പ്രിംഗ് ബൂട്ടിലാണ് ഇപ്പൊ ഓരോ കമ്പനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കോമൺ ഐഡിയ ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ജാവയാണ് ഇതിന്റെ ബേസിക്സ്. ജാവ അറിയാണെങ്കിൽ പിന്നെ കുറച്ചുകൂടി എളുപ്പമാവും. ജാവന്റെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഹലോ, ഞാൻ ഇതേമാതിരി റിയാക്ട് നേറ്റീവും അതേമാതിരി ബാക്ക് എൻഡ് ജാവ സ്പ്രിംഗ് ബൂട്ട് കൊടുത്തത്, അതെന്തേലും
ജോയിൻ ആവുമെന്ന് ചോദിക്കാൻ ബാക്ക് ആയിട്ട്. റിയാക്ട് നേറ്റീവ് അതേമാതിരി ബാക്ക് എൻഡ് ജാവ സ്പ്രിംഗ് ബൂട്ടാണ് ഇപ്പോൾ തുടങ്ങുവാണ്. സ്പ്രിംഗ് ബൂട്ട് എങ്ങനെയാന്ന് പുള്ളിക്കാരൻ നമ്പർ ഇട്ട് ചോദിക്കാനായിരുന്നു. റോഷൻ അല്ല നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചോ, ഞാൻ ആ പേഴ്സണൽ മെസ്സേജ് ചെയ്തോളാം. ആ കമ്മ്യൂണിറ്റിയിൽ ഞാനില്ല, ഞാൻ രണ്ട് കമ്മ്യൂണിറ്റിയിൽ ഞാൻ പേഴ്സണൽ മെസ്സേജ് ഇടാം. ആ പൈത്തൺ കമ്മ്യൂണിറ്റിയിലും സ്പ്രിംഗ് ബൂട്ടിന്റെ കണക്ട് ആവട്ടോ, റിയാക്ട് നേറ്റീവിനൊക്കെ കണക്ട് ആവും. അതാണ്. പക്ഷെ വേറെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ സ്പ്രിംഗ് ബൂട്ടിന്റെ ഒരു സ്പെഷ്യൽ സ്പ്രിംഗ് ബൂട്ട് എന്നല്ല, മൊത്തത്തിൽ ഒരു കേസിൽ ചിലപ്പോൾ നമ്മൾ സൊല്യൂഷൻ പറയും, പക്ഷെ എന്തായാലും അവർക്കത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ ഒരു പുതിയ ആളോ അല്ലെങ്കിൽ പിന്നെ അപ്പൊ ഞാൻ അന്ന് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഞാൻ പേഴ്സണലായിട്ട് അവരെ വെർച്വൽ ഡെനി ഡെസ്ക് വഴി കണക്ട് ചെയ്തിട്ട് എന്താണെന്നുള്ള ആ കോഡ് നോക്കി ഐഡന്റിഫൈ ചെയ്തതിനു ശേഷമാണ് പറഞ്ഞോണ്ട്. പക്ഷെ നേരെ മറിച്ച് അവരെ അതില് ആ ആ ആ ആ നേരെ മറിച്ച് കോമൺ, നിങ്ങൾ പറഞ്ഞ പോലെ കോമൺ ഡൗട്ട് ഒക്കെ ആണെങ്കിൽ നമുക്ക് അപ്പൊ ഈ നേരെ മറിച്ച് കോമൺ ഡൗട്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്കത് ഗ്രൂപ്പിൽ തന്നെ ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ ഇപ്പൊ പഠിച്ചു വരുന്നുള്ളൂ. ഇപ്പൊ ബാക്ക് എൻഡ് ഡാറ്റാബേസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും തുടങ്ങിയിട്ട് വേണം. തുടങ്ങിയിട്ടില്ല, അതിന് വേണ്ടി അതാണ് പ്ലാൻ ഇപ്പോ. അത് ഞാൻ ചോദിച്ചു എന്തെങ്കിലും എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു സ്പ്രിംഗ് ബൂട്ട് തുടങ്ങാനായിരുന്നു പ്ലാൻ. സ്പ്രിംഗ് ബൂട്ട് എന്താ പറഞ്ഞേ? ഒരു ഫുൾ സ്റ്റാക്കിലാണ്. അതെ അതെ അതിപ്പോ അതെ. സ്പ്രിംഗ് ബൂട്ട് പഠിച്ചു തുടങ്ങാൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലേ, ഈ നവീൻ റെഡ്ഡിന്റെ ടെലിസ്കോ അതില് കറക്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ക്രെഡ് ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, അതാണ് ഈ ബേസിക്കലി എന്ത് സിസ്റ്റം ആയാലും ഈ റിയൽ വേൾഡിൽ നടക്കുന്ന എന്താ, നമ്മളൊരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നു, ഡാറ്റനെ റീഡ് ചെയ്യുന്നു, ഡാറ്റനെ അപ്ഡേറ്റ് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. ഈ 4 ഓപ്പറേഷനെ ബേസ് ചെയ്ത എൻ്റെ തിങ്ങും പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ത്രെഡ് ഓപ്പറേഷൻസ് എങ്ങനെയാണെന്നുള്ള വെച്ച് നിങ്ങൾ തുടങ്ങുക സ്പ്രിംഗ് ബൂട്ടിൽ. എന്നിട്ട് അവിടുന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടാൽ മതി. അതാണ് ആ സാധനം. എന്ത് ഡാറ്റാബേസ് ആയാലും ആ ഒരു ലെവലിലാണ് മീങ്ങ. അപ്പോ പിന്നെ അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. പിന്നെ ഈ നവീൻ റെഡ്ഡിന്റെ ടെലിസ്കോപ്പ് വീഡിയോസ് ഉണ്ട്, താങ്ക്സ്. സ്പ്രിംഗ് ബൂട്ട് എന്നിട്ട് ഞാൻ റിയാക്ട് നേറ്റീവ് സ്പ്രിംഗ് ബൂട്ട് ജോയിൻ ആവുമെന്ന് ചോദിച്ചേ, അതായിട്ട് കണക്ട് ആവുമോ അതോ ഞാൻ ജോയിൻ ബാക്ക് എൻഡ്? ആവേണ്ടതാണ്. റിയാക്ട് നേറ്റീവും ജോയിൻ ആവും. നമ്മുടെ കമ്പനി ഇപ്പോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അത് കണക്ട് ആവും. ഓക്കെ ഓക്കെ, താങ്ക്സ്. ഹലോ. ആ ഹലോ. ഞാനിപ്പോൾ ഒരു ഫ്ലട്ടർ ഡെവലപ്പറാണ്. ഇപ്പോൾ ഒരു കേൾക്കുന്നുണ്ടോ? ആ ഇപ്പോൾ പുതിയ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പുതിയ പോളിസീസ് വന്നിട്ടില്ലേ, നമ്മുടെ ആപ്പ് ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഒരു 14 ടെസ്റ്റേഴ്സിനെ വേണം, അങ്ങനെ പുതിയത് ഒരു പോളിസി. ആ അപ്പൊ അത് ഞാൻ റീച്ച് ചെയ്തു. അതും എൻ്റെ എല്ലാതും കംപ്ലീറ്റ് ആക്കി. ആ ഒരു അത് കഴിഞ്ഞിട്ട് ഒരു 1.5 മാസം എനിക്ക് ഇത് പ്രൊഡക്ഷനിലേക്ക് പോയി എൻ്റെ ആപ്പ്. പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ട് എന്താ പറയുക, റിലീസ് ആയിട്ടില്ല. അവരെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും റിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു 1.5 മാസമായിട്ട്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം? ആ അതെ അല്ലേ. എനിക്ക് അതിന് ഉം.
ആ. ഞാൻ അതിനിടയ്ക്ക് അവരൊരു ഇമെയിൽ അയച്ചിരുന്നു, ഒരു 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 ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ട്, ഒരു ഗൂഗിൾ പ്ലേ ആപ്പ് ഇൻഫർമേഷൻ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ആ, അതെ അതെ അതെ. ഇതിപ്പോ കൊറേ ആയതുകൊണ്ട് ഇപ്പൊ ഫോഴ്സ് ഉണ്ട് കമ്പനിയിൽ നിന്ന്. അതെ അതെ. അ- ആ, അതെ അതെ, ഞാനും അതെ. പിന്നെ ഇതിന്റെ സെറ്റിങ്സ് ഒന്നും ഞാനല്ല ചെയ്തത്. ആ ആ, അതെ കറക്റ്റ്. ഞാനും ഇത് തന്നെയാണ്, സെയിം ഇത് തന്നെയാണ് എന്റെ സിനാരിയോ. പിന്നെ അത് ആ പിന്നെ അതുമല്ല, ഇത് പുതിയൊരു പോളിസി അല്ലേ. ഞാൻ വിചാരിച്ചു അതിന്റെ എന്തെങ്കിലും ബഗ് ആയിരിക്കും അവരുടെ സൈഡിൽ നിന്ന്. അതെ അതെ പിന്നെ എവിടുന്നും എനിക്കൊരു ഇടയ്ക്ക് ഒരു ജിമെയിൽ വന്നൊന്നും പറഞ്ഞില്ലേ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഞാൻ ഫില്ല് ചെയ്യാൻ അതും ഞാൻ സെർച്ച് ചെയ്തു. എവിടെയും ആരും അങ്ങനെ സംഭവം കണ്ടിട്ടില്ല. അതെ അതെ. ഒരു പുതിയ സാധന. ഓക്കെ, പിന്നെ അപ്പം അത് നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് ആ, നോക്കാം എന്താണ് സംഭവം പിന്നെ എന്ന്. എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് ഈ ഡിപ്ലോയ്മെന്റ് അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പ്രോബ്ലം ഫേസ് ചെയ്യാ. ഇപ്പൊ എല്ലാവരും പറയുന്ന CI/CD അങ്ങനെ എന്തെങ്കിലും വെച്ച് നോക്കി അവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിപ്ലോയ്മെന്റ് ഒക്കെ ചെയ്യുന്നൊക്കെ. അപ്പൊ അതെങ്ങനെയായിരിക്കും? അപ്പൊ അവര് ഈ പ്രോബ്ലം വരുമ്പോ അവര് എങ്ങനെയായിരിക്കും സോൾവ് ചെയ്യാ? അത് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. CI/CD ഞാൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അവർ ചെയ്യുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. ഈ വലിയ കമ്പനീസ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ MNC പോലത്തെ അതെ. കമ്പനീസിലൊക്കെ അവർ പെട്ടെന്ന് ആ നോക്കും. ആ. നമ്മളത് ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആകുമ്പോൾ അവർ നോക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഉം ഉം. അതെ. ഇതിപ്പോ നമ്മളിപ്പോ ഞാനിപ്പോ ഫ്ലട്ടറിൽ വെറുതെ നമ്മള് സ്കില്ല് ഒന്ന് റീഷാർപ്പ് ചെയ്യുമ്പോ നമ്മള് എല്ലാ ഇന്റർവ്യൂസിന്റെ ഇതിലേക്കും അവര് റിക്വയർമെന്റ് ഇതാ അതെ അതെ. ഒന്നെങ്കിൽ CI/CD എന്ന് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഏഞ്ചിൽ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ആ, അത് ഏഞ്ചിൽ എന്താ അറിയോ? എന്താണ്? അത് ചെയ്തിട്ടുണ്ടോ? ഒരു CI/CD അത് നമുക്ക് ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കാം. ഏഞ്ചിൽ എന്തോ ഒരു ടെക്നോളജി പഠിക്കണം എന്ന് പറഞ്ഞോണ്ട് റിക്വയർമെന്റില് എല്ലാ ഇന്റർവ്യൂസിലും. കമൻറ്റിൽ വന്നിട്ടോ എന്താണ്? അറിയോ അതിനെ കുറിച്ച്? ഒന്ന് കമൻറ്റിൽ കേട്ടോ, ഞാൻ കേട്ടില്ല. കമൻറ്റ് ചെയ്തോ, ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ടോ, മെസ്സേജ് ബോക്സിൽ ടെക്സ്റ്റ് ഉണ്ട്. ഏഞ്ചൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എനിക്കത് കൃത്യമായിട്ട് ഇപ്പൊ ഓർമ്മയില്ല, എന്നാലും അല്ല, എൻജിൽ ടെക്നോളജീസോ? അല്ല ഒരു മിനിറ്റ് അത് അജയിലാണ്. അല്ല അജയിലാണ്. അതെ അതെ അതെ, അത് അജയിൽ സംഭവം എന്ന് അതാണ്. ഒന്നുമില്ല. സ്ക്രം, അതായത് ഡെയിലി ടാസ്ക് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ജിറന്റെ ഒരു ഭാഗമാണ് അജൈൽ ടെക്നോളജീസ്. അപ്പൊ അത് ടൂളാണോ? അത് പ്രൊജക്റ്റ് ടൂളാണ്. അതിൽ നമ്മൾ പ്രൊജക്റ്റിന്റെ പിന്നെ ഫ്ലട്ടറിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. ഡെയിലി ടാസ്ക് പ്ലാനിങ് ആണ്. നമ്മൾ ഓരോ ടാസ്ക് ഒരു ദിവസം ഓക്കെ. ചെയ്യുന്നത്, അത് വർക്ക് അതല്ലേ ഞാൻ അത്രേ ഉള്ളൂ. അജൈൽ മെത്തഡോളജീസ്, അജൈൽ 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 സ്പെല്ലിംഗ് ചെയ്തു. ഇത്രേ ഉള്ളൂ, AG അജൈൽ. അതെ അല്ലേ, അതാണല്ലോ അതിന്റെ പർപ്പസ്. ഓക്കെ, അജൈലില് ഞാനത് യൂട്യൂബിലൊരു വീഡിയോ ഉണ്ട്, അജൈൽ ആ ഉം. അജൈൽ മെത്തഡോളജി. അതായത് നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അജൈൽ അതെ. എന്താണെന്നുള്ള. ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഓക്കെ ഓക്കെ. കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഒരു കമന്റ് ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കിയാൽ ഏതെങ്കിലും വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അത്. ആ, അപ്പോൾ അപ്പൊ അത് അത് ഓരോ കമ്പനീസ് ഫോളോ ചെയ്യുന്ന അതുപോലെ ഇരിക്കും അല്ലേ? അതെ അതെ. ആ ഓക്കെ, മനസ്സിലായി. ആ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ പണ്ട് വാട്ടർഫാൾ മാനേജ്മെന്റ് ആയിരുന്നു അതെ ഉണ്ടായിരുന്നത്. അതെ. അതായത് കുറെ കാലത്തിന് ശേഷം നമ്മള് ആണ് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് അന്നന്ന് എടുക്കുന്ന അന്നന്ന് പഠിക്കുക എന്നുള്ള അതെ ഒരു കൺസെപ്റ്റ് ആണ് അതിന്റെ ഒരു ലാമാൻ ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കൺസൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. പണ്ട് റിക്വയർമെന്റ് മൊത്തം കിട്ടിയിട്ട് മാത്രമാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ നോക്കിയത്. ഉം. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടണോ അപ്പം ഡെവലപ്പ് ചെയ്യുക. പിന്നെ അടുത്ത വെർഷനായിട്ട് അടുത്ത ഡാറ്റ കിട്ടുമ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക. നമുക്ക് തന്നെ അറിയാലോ, ഫേസ്ബുക്ക് ഓരോ മാസത്തിൽ അവർ വേർഷൻസ് ചേഞ്ച് ചെയ്ത് പുതിയ അപ്ഡേഷൻസ് കൊണ്ടുവന്നിരിക്കും. അതെ അതെ. പണ്ടെന്ന് ആ പറഞ്ഞപ്പോൾ ഇ കോമേഴ്സ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ERP ബില്ലിംഗ് സോഫ്റ്റ്വെയർ, ഒരു സാധാരണ നോർമൽ ഷോപ്പിലേക്കുള്ള ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണെന്ന് വിചാരിക്കുക.
ആ നോർമൽ ഷോപ്പിലേക്കുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനേക്കുള്ളൊരു എക്സ്റ്റൻഷൻ ഇല്ല. കാരണം അവിടുത്തെ റിക്വയർമെന്റ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു കൊടുത്താലേ അവിടെ കാര്യമുള്ളൂ. അത് കംപ്ലീറ്റ് ആയി, പിന്നെ അതിലേക്ക് പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരാനൊന്നും ഇല്ല. ആ ഒരു കോൺസെപ്റ്റാണ് എന്ത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ബൈ ഒരു ടെക്നോളജി വാട്ടർഫോൾ മോഡൽ. അജൈൽ മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ പോലെ ഫസ്റ്റ് ചാറ്റിങ് വരും, പിന്നെ കോളിങ് വരും, പിന്നെ വീഡിയോ കോളിങ് വരും, പിന്നെ അടുത്ത ഓപ്ഷൻസ് വരും, പിന്നെ സ്റ്റോറീസ് വന്നു, പിന്നെ റീൽസ് വന്നു, അങ്ങനെ ഓരോ ഓപ്ഷൻസ്. ഇനി അത് എത്രത്തോളം പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പം എന്ത് കിട്ടണോ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക, അതാണ് അജൈൽ മെത്തഡോളജി. അതിന്റെ ഒരു മെത്തഡോളജി അതിന്റെ ശരിക്കൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബില്, അതിന്റെ ഫേസ് ടു സ്റ്റെപ്പ് ആയിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, നോക്കിയിട്ട് അതെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഞാൻ അതിന്റെ ഒരു വീഡിയോ ആയിട്ട് തന്നെ എന്താ പറയുക, ചാർട്ടില്ലേ, ചാർട്ട് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ബ്രോ ഇപ്പൊ നാട്ടിലുണ്ടോ അതോ നാട്ടിലുണ്ടോ? നാട്ടിൽ തന്നെയാണ്, ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്യാണ്. നിങ്ങളെവിടെ? ഞാൻ തൃശ്ശൂര്, അന്തിക്കാട് എന്ന് പറയും. അതെ ജിറയില്ലേ, അതെ, ജിറ അതാണ് അറ്റ്ലേഷ്യ. അജൈൽ മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിന്റെ ഒരു ടൂളാണ് ജിറ, അങ്ങനെ പറയാം. അജൈൽ മെത്തഡോളജി എന്നൊരു കോൺസെപ്റ്റ് ആണ്. അത് നമുക്ക് റിയൽ വേൾഡ് വരുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂളുകൾ ഉണ്ട്. അതിലൊരു ടൂളാണ് ജിറ. അത്രേ ഉള്ളൂ. ഡെയിലി ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കും. അതായത് കുറെ സമയം കഴിഞ്ഞിട്ടല്ല, അവർ ഡെയിലി അപ്ഡേറ്റ് നമ്മൾ ചെയ്ത് എന്തൊക്കെ അന്നത്തെ ദിവസം ചെയ്തു. പുതിയൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പം ഇംപ്ലിമെന്റ് ചെയ്യും, അതില്ലെങ്കിൽ ഒഴിവാക്കും. അത്രേ ഉള്ളൂ. അടുത്ത വെർഷൻ ഇറക്കുന്ന കോൺസെപ്റ്റ് ആണ് ഈ അജൈൽ. അതിനപ്പുറത്തേക്കൊന്നും ഇല്ല, വലിയ സംഭവിച്ചൊന്നുമില്ല. അത് മണിക്കൂറൊന്നും മെനക്കെട്ട് കഴിഞ്ഞാൽ പഠിക്കാനുള്ളൂ. പിന്നെ ഞാൻ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, ഇത് അജൈൽ എന്നല്ല മൊത്തത്തിൽ ഈ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ IT ഇൻഡസ്ട്രി എല്ലാ ഇൻഡസ്ട്രീനെയും ഭാഗമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ബേസിക്കലി ഒരു സിവിൽ ബാക്ക്ഗ്രൗണ്ട് ആണ്, പക്ഷെ അവിടെ തന്നെ ഒരുപാട് അപ്ലൈ ഉണ്ടായിരുന്നു. അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ കോഡിന്റെ കൂടെ ഒപ്പം തന്നെ ഈ പ്രോബ്ലം സോൾവിങ് സ്കില്ലും കൂടി എപ്പോഴും ഡെവലപ്പ് ചെയ്യാൻ നോക്കിക്കൊണ്ടേയിരിക്കണം. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ സോൾവ് ചെയ്യും, ഇത് എത്ര എഫിഷ്യന്റ് ആയിട്ട് പിന്നെ എത്രയും ഫാസ്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ഇതിനിപ്പോ അതിനാണ് ഈ DSA കുറച്ച് അതൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലോജിക്കൽ സ്കില്ല് ഭയങ്കരമായിട്ട് കൂടും. കൂടും പറഞ്ഞാൽ അത് പക്ഷേ ടൈമിൽ ഇരിക്കണം നമ്മള്. അത് ഇരുന്നിട്ട് അതൊന്ന് കൈയൊന്ന് ഇതാവണം. ഞാനൊക്കെ നോക്കി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അത് ഇരുന്നെങ്കിൽ കിട്ടുന്നില്ല അതിലേക്ക്. ഒരു സമയം പിടിക്കുന്ന സാധനം. പക്ഷെ അതാണ് കമ്പനികൾക്ക് ഇനി അടുത്ത ലെവലിലേക്ക് വരുമ്പോ, കാരണം കോഡ് കുറെയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവാൻ പറ്റും. പിന്നെ ഉള്ളത് ഈ പ്രോബ്ലം സോൾവ്, ഒരു പ്രോബ്ലം വരുമ്പോ, റിയൽ വേൾഡ് പ്രോബ്ലം വരുമ്പോ എങ്ങനെ അത് ബെറ്റർ വേയിൽ സോൾവ് ചെയ്യാം, ബെറ്റർ എഫിഷ്യന്റ് ആയിട്ട്. കാരണം ഇതൊക്കെ മണീനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഒരു ആമസോണിലൊരു AWS ഇത്ര പിന്നെ മെമ്മറി ഉപയോഗിക്കുന്നതിന് ഇത്ര പൈസ അങ്ങനെ വെച്ചിട്ടാണ് അവർ കൊടുക്കുക. അപ്പൊ അതൊക്കെ എഫിഷ്യന്റ് ആക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടി ഇതില്. വലിയ കമ്പനീസ് ഫുള്ളും, വലിയ കമ്പനി എന്നല്ല, ചെറിയ കമ്പനികളും ചിലപ്പോ അതിലോട്ടേക്ക് മാറേണ്ടി വരും ലോങ് ടേമില്. അത് നമ്മള് വലിയ കമ്പനിന്ന് അവർക്ക് സിസ്റ്റം അത്ര സ്കെയിലബിൾ ആയത് കൊണ്ടാ പിന്നെ അവര് പിന്നെ ചെറിയ കമ്പനി എന്നാണ് അവര് വലുതായത്. അതായത് അവര് ചെറിയ ഒരു ബുക്ക് വെച്ചിട്ടായിരുന്നു ആമസോണ് ബുക്കിന്റെ ബിസിനസ്, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ബുക്കിന്റെ ബിസിനസ്. പക്ഷെ അവിടെ നിന്ന് പിന്നെ അവർ വലുതായി. അപ്പോഴും അവർ അന്നേരം ചിന്തിച്ച് ഇരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾ വലുതാവില്ലെന്ന് വെച്ചാൽ അവർക്ക് അത്രയും മതിയായിരുന്നു. പക്ഷെ വലുതാണ് ചിന്തിച്ചുകൊണ്ടാണ് അവരുടെ സിസ്റ്റം അത്ര വലുതാവും, സെക്കൻഡിൽ ഹാങ് വരാത്തത്. ഈ ഫ്രഷ് ടു ഹോം എന്നുള്ള ഒരു കമ്പനി കേട്ടില്ല, മീൻ വിൽക്കുന്ന, സിസ്റ്റം ഉണ്ടാക്കിയപ്പോഴും അത് പൊട്ടിപ്പോയിരുന്നു ആദ്യം. കാരണം അയാൾ ഇത്ര സ്കെയിലബിൾ ആവുമെന്ന് വിചാരിച്ചില്ല. അന്ന് അത്ര ഒരുപാട് മീൻ ഓൺലൈനായിട്ട് വിൽക്കുമ്പോൾ ഒരുപാട് ഓർഡർ വന്നപ്പോൾ പൊട്ടിപ്പോയി. പിന്നീടാണ് അയാൾ ഒരു IT ആളെ പിടിച്ചിട്ട്, ഒരു മലപ്പുറമുള്ള ആളെ പിടിച്ചിട്ട് അത് സിസ്റ്റം സ്കെയിലബിൾ ആക്കി മാറ്റി. അപ്പൊ അത് വലുത് ചെറുത് എന്നല്ല, ലോങ് ടേമില് അത് എല്ലാവർക്കും ആവശ്യമാണ്. കറന്റ്ലി ട്രെൻഡിങ് ഇപ്പോ DSA ആണ്. ട്രെൻഡിങ് എന്നല്ല, അതാണ് കമ്പ്യൂട്ടർ സയൻസിന്റെ കോർ ക്രക്സ് എന്ന് പറയുന്ന ആ സാധനമാണ് ഈ DSA, ഡാറ്റ സ്ട്രക്ചർ അൽഗോരിതം.
അപ്പൊ അതിൽ നിന്നാണ് എല്ലാ കമ്പനികളും പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് ഒക്കെ അതിൽ ഒരുപാട് ഒരു ഗ്രോത്ത് നോക്കണെങ്കിൽ അധികം അവര് ഫോഴ്സ്ഫുള്ളി ചേഞ്ച് ആവും. റിയാസ് ബ്രോ, ലീഡ് കോഡ് എന്തെങ്കിലും ട്രൈ ചെയ്തായിരുന്നോ? മ്യൂട്ടാണോ? പോയോ? കേൾക്കാം കേൾക്കാം. ലീഡ് കോഡിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? അത് എവിടുന്നാ നല്ലത്? അത് അത് കുഴപ്പമൊന്നുമില്ല. ഏറ്റവും നല്ല ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ലീഡ് കോഡ്. അത് വെച്ചിട്ടാണ് പ്രോബ്ലംസ് ഒരുപാട് സോൾവ് ചെയ്യണേ. അത് നമുക്ക് ഫ്ലട്ടറിൽ എങ്ങനെയാ അത് ഒന്ന് പിക്കപ്പ് ചെയ്യാം? അവിടെ ഫ്ലട്ടർ അല്ല, അത് കോഡ് ഡാറ്റ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ടാണ് അവിടെ പ്രോബ്ലംസ് ഉണ്ടാവുക. ഇപ്പോൾ ഫ്ലട്ടറിൽ ഡാറ്റ ഉണ്ടാവുക. അതേപോലെ കോട്ട്ലിൻ ആണെങ്കിൽ നേറ്റീവ് ആൻഡ്രോയിഡിലാണെങ്കിൽ കോട്ട്ലിൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ജാവ ഉണ്ടാവുക, അല്ലെങ്കിൽ ജാവ സ്ക്രിപ്റ്റ് ആണ് ഉണ്ടാവുക. അങ്ങനെ ഓരോ ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ഉണ്ടാവുക പ്രോബ്ലംസ്. മെയിനായിട്ട് ഡാറ്റ മാനേജ്മെൻറ്റും അതുപോലത്തെ പ്രോബ്ലംസ്, ഒരുപാട് പ്രോബ്ലംസ് വരും. സോൾവ് ചെയ്യും. ഓക്കെ. ബ്രോ എന്ത് കോഴ്സാ കഴിഞ്ഞ? എന്നോടാണോ? ആ ഞാനിപ്പോ ഫ്ലട്ടറിലാണ്. അല്ല, +2 കഴിഞ്ഞ് കമ്പ്യൂട്ടർ നേരിട്ട് അങ്ങനെ കോഴ്സ് അല്ല, ചെയ്തോണ്ടിരിക്കുക? ഞാൻ ഡിപ്ലോമ മെക്കാനിക്കലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഇവിടേക്ക് ആയിട്ട് വർക്ക് ചെയ്ത് HAL ഒരു കൊല്ലം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫ്ലട്ടർ അപ്പോഴും ഇത് ചെറുതായിട്ട് അറിയായിരുന്നു. ഇപ്പൊ ഫോക്കസ്ഡ് ആയി ഒരു കൊല്ലം. HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് അല്ലേ? അതെ അതെ അതെ. അവിടെ അവിടെ മെക്കാനിക്കൽ പ്യുവർ മെക്കാനിക്കൽ സംഗതികളാണ് ചെയ്തോണ്ടിരുന്നത്. അവിടെയും അതെ അതെ. കോഡിംഗ് പാർട്ടൊക്കെ ഉണ്ട്, C പ്രോഗ്രാമിംഗ്, ഹാർഡ്വെയർ കോഡിംഗ്, അങ്ങനത്തെ കുറെ ഇലക്ട്രോണിക്സ് ഡിവിഷൻ ഉണ്ട് തോന്നുന്നു അല്ലേ? അല്ല, ഞാൻ അവിടെ ഇതുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ട് തോന്നുന്നു അവിടെ. ബ്രോ മെക്കാനിക്കൽ ആണോ അല്ലേ? ഞാൻ അപ്പോ HAL ചെയ്യുന്നത് മെക്കാനിക്കലിന്റെ ബേസ്ഡ് ആയിരുന്നു. ഈ കോഡിങ് അതൊന്നും അങ്ങനെ പിന്നെ ഇങ്ങോട്ടേക്ക് വരാനുള്ള റീസൺ ഇൻട്രസ്റ്റ് ആയിട്ട്? ഞാൻ അപ്പൊ അവിടെ ചെയ്തത് മെക്കാനിക്കൽ. പക്ഷെ അധികം മുമ്പ് ഈ കൊറോണ ടൈമിൽ ഇങ്ങനെ ഫ്ലട്ടറിന്റെ കുറച്ച് വീഡിയോസ് കണ്ട് ഈ മല്ലു ഡെവലപ്പർ എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് കുറച്ച് തുടങ്ങിയായിരുന്നു. പിന്നെ അവിടുന്ന് പിന്നെ കഴിഞ്ഞപ്പോ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ പിന്നെ മെയിൻ ഫോക്കസ്ഡ് ഫ്ലട്ടറായി. അങ്ങനെ കയറി ഒരു സ്ഥലത്ത് അങ്ങനെ ഇരിക്കണേ. ഇപ്പൊ ഫ്ലട്ടർ പഠിച്ചോണ്ടെങ്കിൽ എല്ലാവരും കമ്പനിയിൽ വർക്ക് ചെയ്യുന്നോ? അല്ല, വർക്ക് ചെയ്തായിരുന്നു. ഇപ്പൊ റിസൈൻ ചെയ്തു. ഫ്ലട്ടറിലായിരുന്നു വർക്ക് ചെയ്ത? അതെ അതെ അതെ. ഇപ്പൊ ഒന്ന് അപ്സ്കിൽ ചെയ്യാ, കുറച്ച് അഡ്വാൻസ് ടോപ്പിക്കും പഠിച്ച്. പിന്നെ ഒരു എക്സാം ഉണ്ട് BCA. അപ്പൊ അങ്ങനെ കുറച്ചൊക്കെ ആയിട്ട് പ്രശ്നം വന്നപ്പോ ഒന്ന് റിസൈൻ ചെയ്തു. അവിടെ വർക്ക് ഫ്ലട്ടറിൽ തന്നെ ആയിരുന്നു? ഒരുപാട് ചെയ്തിരുന്നോ? ഒരുപാട്. അത്രയും ശരിക്കും പറഞ്ഞാൽ ഒരു സിമ്പിൾ ടാസ്ക് ആയിരുന്നു, പക്ഷെ അത് നീട്ടി വലിപ്പിച്ചു. അങ്ങനെ കുറെ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ഒരു ബൾക്കായിട്ട് ക്വസ്റ്റ്യൻസ് വരും, ഒരു 500 ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് യൂസറിന് ഇൻപുട്ട് കൊടുക്കുന്ന ഫീൽഡ് ഡൈനാമിക് ആയിട്ട് ക്രിയേറ്റ് ആവണം. അതുപോലെ തന്നെ ഇൻപുട്ട് കൊടുക്കുന്ന ഒരു ബൾക്ക് നമ്മൾ ഡൈനാമിക് ആയിട്ട് ടെക്സ്റ്റ് ഫീൽഡ് ആയാലും എന്തായാലും ചില ക്വസ്റ്റ്യൻസിന് ചിലപ്പോൾ നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്യാവും. അങ്ങനത്തെ കുറെ ടൈപ്സ് ഇൻപുട്ട് നമ്മൾ ഡൈനാമിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും, ക്വസ്റ്റ്യൻ ബേസ്ഡ്. എന്നിട്ട് അത് ഫുള്ളും നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ എല്ലാം കൂടിയിട്ട് നമ്മൾ പോസ്റ്റ് ഇതിൽ റിക്വസ്റ്റിൽ കൊടുക്കണം. അതാണ് ആ ടാസ്ക്. മെയിൻലി ഫങ്ഷണൽ പറയുമ്പോൾ അത്രയും ഉണ്ടായിരുന്നുള്ളൂ ആപ്പിൽ. വേറെ അങ്ങനെ അധികം സ്റ്റേറ്റ് മാനേജ്മെന്റോ അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് അധികം അങ്ങനെ പഠിക്കാൻ പറ്റിയില്ല നമുക്ക് ആ ഒരു പ്രൊജക്റ്റിൽ നിന്ന്. അങ്ങനെ ഇരിക്കണേ. ഓക്കെ, വേറെ എന്തെങ്കിലും? ഓഫ്ലൈൻ മീറ്റിംഗ് പിന്നെ ഞാൻ പിന്നെ കുറച്ച് ഓഫ്ലൈൻ മീറ്റപ്പിൻ്റെ ഒരു ടീം നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ സൈലൻ്റ് ആയപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, കുറേ ആൾക്കാരെ മാറ്റി നിർത്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുറിച്ച് വലുതാക്കിയതല്ല,
കാരണം നമുക്ക് ആക്റ്റീവായിട്ടുള്ള ആളുകൾ വേണമല്ലോ. കാരണം ഇത് ഓഫ്ലൈനാണ്, അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഓൺലൈൻ്റെ പോലെയല്ല, ഒരുപാട് കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ, ആർക്ക് താല്പര്യമുള്ള ആർക്കും വരാം കേട്ടോ. കാരണം പക്ഷേ ആക്റ്റീവ് ആയിരിക്കണം, അത്രേ പറയണുള്ളൂ. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വിജയിക്കുന്ന ടൈമിൽ അടിപൊളിയായിട്ട് കൊണ്ടുവരാം. താല്പര്യമുള്ള ആർക്കും വരാം, നമുക്ക് സെറ്റാക്കി എടുക്കണം. ഒരു ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ള ടീമിനായിട്ട് കുറേ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ആ പറഞ്ഞോളൂ. എന്തായിരുന്നു ജൈനുദ്ദീൻ എന്തോ ഒരു കാര്യം പറയാനല്ലോ. ഹലോ, മ്യൂട്ടാണ് കേട്ടോ ജൈനുദ്ദീൻ. ഹലോ, ഈ കമ്മ്യൂണിറ്റിനെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിട്ട് സംഭവം ഞാൻ ഇപ്പൊ കുറച്ചായിട്ട് കയറിയിട്ടുണ്ടായിരുന്നുള്ളതാ. ഈ കമ്മ്യൂണിറ്റി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു കൊല്ലത്തിന് മേലെ ഉണ്ടാവും. ആ ഇതിപ്പോൾ ഞങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ളൂ ഈ കമ്മ്യൂണിറ്റി എന്താണെന്നുള്ളത്. ആ ഒന്നുമില്ല. അപ്പം അത് ഞാൻ യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്, ശരിക്കും മനസ്സിലാവും അത്. പിന്നെ ആവർത്തന ഓക്കെ. അത്രേ ഉള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ടെക്നിക്കലി ആരെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡിസ്കസ് ക്ലിയർ ചെയ്ത് തരും. ഞാന് സൈബർ സെക്യൂരിറ്റി ഡൊമൈനിലാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, എവിടെ? ആ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാം. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്നു, അവിടുന്ന് കുറച്ച് പ്രശ്നമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ അതെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട് വർക്കൊക്കെ, പഠനമൊക്കെ എവിടെ എങ്ങനെയാണ്? ഹലോ, കട്ടായി വോയിസ് കട്ടായി. അതെ, വർക്കൊക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ? എത്ര മാസമായി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇല്ല, മ്യൂട്ടാണല്ലോ. എന്നോടാണോ? അതെ അതെ, ഹലോ. ആ കേൾക്കാം, പറഞ്ഞോളൂ. ഞാന് ഒരു 2 മാസം ആവുന്നുള്ളൂ. ജസ്റ്റ് നെറ്റ്വർക്കിംഗ് പാർട്ടൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വരുന്നുള്ളൂ. അതെ ഞാൻ മിഷൻ ഇതൊന്നും തുടങ്ങിയിട്ടില്ല, അറ്റാക്കിങ് കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. ജസ്റ്റ് അതിന്റെ നെറ്റ്വർക്കിങ്ങും തിയറീസ് ഒക്കെ പഠിച്ചു വരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഡൊമൈനിൽ കയറിയിട്ടുള്ളൂ. അതെ അതെ, കുഴപ്പമില്ല. വഴിയെ നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതാണ്. ഓക്കെ. നമുക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാനുള്ള പ്ലാറ്റ്ഫോം എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ വാട്സപ്പ് അല്ലെങ്കിൽ റെഫർ ചെയ്യാൻ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് തോന്നുന്നു, സൈബർ സെക്യൂരിറ്റിൻ്റെ. വീഡിയോസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? അത് സൈബർ സെക്യൂരിറ്റിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഡൗട്ട് ചോദിച്ചാൽ സൈബർ ഗ്രൂപ്പ് സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ അവർ പറഞ്ഞുതരും എന്തൊക്കെയാണ്. ഞാൻ ആ മേഖല എല്ലാം അറിയാത്ത കാര്യത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ ഗ്രൂപ്പിൽ വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണം, സജഷനൊക്കെ പറയാം. അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം, ചോദിക്കാം, അഭിപ്രായങ്ങൾ പറയാം, ഡിസ്കഷൻസ് പറയാം, ഇന്നോവേഷൻസ് ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പ് എങ്ങനെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ അത് അഭിപ്രായം പറയാം, എന്തും. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? എന്തെങ്കിലും അഭിപ്രായം? വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോളൂ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് എന്തായാലും ഒരു ഓഫ്ലൈൻ ആയിട്ട് ഒരു മീറ്റ് നടത്തണ്ടേ? എന്തായാലും തീർച്ചയായിട്ടും നടത്തണം. അത് നടത്തിയാലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതിനൊരു വിജയം ഉണ്ടാവും. പറയണം, നമുക്ക് എന്തായാലും നടത്തണം അത്. പറ, എന്തായാലും നമുക്ക് വൈൻഡ് ചെയ്യല്ലേ? വൈൻഡ് ചെയ്യാൻ അഭിപ്രായമുള്ളവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്.